മോനെ ഇനി ജീവിക്കണ എന്തിനാ? ഞങ്ങളുടെ പൊന്നു മോനെ ഇന്ന് പോയേക്കണേ. ഞങ്ങൾക്ക് ഇവിടെ ജാതിയില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് ഓടിക്കൂടുന്ന പിള്ളേത്. നീ എന്തിനാ ഞങ്ങൾ ജീവിക്കണേ? ജീവിക്കണോ? ഞങ്ങൾക്ക് ജീവിക്കണമെന്നില്ല മോനെ, എനിക്കൊന്നും ജീവിക്കണമെന്നില്ല മോനെ. നീ ഒരിക്കലും ജീവിക്കണ്ട, ഇത്രയൊക്കെ പറയാനുള്ളൂ. ആരെണ്ണോ ഉണ്ടായിരുന്നു, ചത്തുപോയി. എങ്ങനെ പറ്റിയതറിയില്ല. ഈ പൂച്ചക്കുട്ടികളുമായിട്ട് പോകാനാണ്. എങ്ങോട്ടേക്കാ പോകുന്നത്? ഒരു പള്ളിയുടെ അടുത്തുള്ള വീട്ടിലേക്ക് പോകും. അവിടെ പോയിട്ട് ഞങ്ങള് ഈ പൂച്ചക്കുട്ടികളെ വെച്ച് അവിടെ ജീവിക്കും. പേടിയൊന്നുമില്ല, പക്ഷെ ഇവിടെ മണ്ണിടിയെന്ന് പറയുമ്പോ ഇങ്ങനെ പേടിയൊക്കെ. വീട്ടിലെ എല്ലാ സാധനങ്ങളും എടുത്തോ? എടുത്തു. തന്റെ എല്ലാം തനിക്ക് നാളെ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ബാഗും പുസ്തകങ്ങളും ഒക്കെ മണ്ണിനടിയിൽ അകപ്പെട്ടു എന്നറിയാതെ അതിന്റെ ആഘാതം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാത്ത കൊച്ചു കുട്ടികളെയും നമ്മൾ ആ ദുരന്ത ഭൂമിയിൽ കണ്ടു. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ബുക്ക് പോലും എടുത്തിട്ടില്ല. എല്ലാ ബുക്കും അതിൻ്റെ ഉള്ളില, ഇനിയൊന്നും കിട്ടൂല. ഇത്തരത്തിൽ വലിയ കണ്ണീർ കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇവരുടെ വീട്, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മണ്ണ് മൂടിക്കിടക്കുന്ന ഭാഗത്താണ് അവരുടെ വീടുണ്ടായിരുന്നത്. അവരുടെ വീട് പൂർണ്ണമായും മണ്ണിനടിയിലായി പോയിരിക്കുകയാണ്. ആ കുട്ടി പറയുന്നത്, ഇന്ന് രാവിലെ വന്ന് ഈ പുസ്തകമൊക്കെ എടുത്തിട്ട് പോകാം എന്ന് കരുതി പോയതാണ്. മഴയില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് മണ്ണിടിഞ്ഞു വരില്ല എന്നവർ കരുതി. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ആ മണ്ണ് വലിയ ശബ്ദത്തോടുകൂടി വന്ന് ഇവരുടെ വീട് പൂർണ്ണമായും ആ മണ്ണിനടിയിലായിപ്പോയി. എന്തായാലും ഭാഗ്യം കൊണ്ടവർക്ക് ജീവൻ തിരിച്ചു കിട്ടി. ഇനി എന്തിനാണ് ജീവിക്കുന്നതെന്നാണ് ആ മനുഷ്യർ നമ്മളോട് ചോദിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാതയുടെ ജോലികൾ നടക്കുന്നുണ്ട്, നല്ല കാര്യമാണ്, വികസനം വരണം. എന്നാൽ ഇതിനിടയിൽ ജീവിതം തകർന്നു പോകുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ചിലർക്ക് വലിയ തുകകൾ നഷ്ടപരിഹാരമായി ലഭിച്ചവരുണ്ട്. അവർ അവരുടെ പ്രശ്നങ്ങൾക്ക് ഈ പണം വഴി മറുവഴി കാണും. പക്ഷെ ദേശീയപാതയുടെ ജോലി മൂലം വീടിന് ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന തികച്ചും സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് ഒരു രൂപ പോലും കിട്ടാത്ത, അവിടെ ഇനി താമസിക്കുക അസാധ്യമായ ആയിരക്കണക്കിന് മനുഷ്യരും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അതിലൊരു കുടുംബമാണ് ഇന്നലെ രാത്രി അവരുടെ വീട്ടിലേക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നേരത്തേക്കൊന്ന് മടങ്ങിയെത്തിയത്. ആ സമയത്താണ് ഈ വലിയ ദുരന്തം എത്തിയത്. ഇതിൽ ആ പാവങ്ങളെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. അശാസ്ത്രീയമായി യാതൊരു സുരക്ഷാ മുന്നൊരുക്കങ്ങളും നോക്കാതെ അമിത ലാഭക്കൊതിയിൽ നിർമ്മാണങ്ങളും മണ്ണ് ചെത്തിയെടുപ്പും നടത്തി ദേശീയപാത ഉദ്യോഗസ്ഥരും കരാറുകാരും അവരാണ് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദികൾ. അവർക്കെതിരെ കേസെടുക്കണം, നടപടി ഉണ്ടാകണം. ദേശീയപാത നിർമ്മാണത്തിൽ അടിയന്തരമായി നമ്മൾ സുരക്ഷാ ഓഡിറ്റാണ് നടത്തേണ്ടത്. ദുരന്ത നിവാരണ സംവിധാനം പ്രായോഗികമായ മുൻകരുതലുകൾ സ്വീകരിച്ചു വേണം മുന്നോട്ട് പോകാൻ.